നമസ്കാരം. SFI എന്ന വിദ്യാർത്ഥി സംഘടനയെക്കുറിച്ച് നമുക്കറിയാം. മാന്യതയും മര്യാദയും മനുഷ്യത്വവും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFI. അവരുടെ പല പ്രവൃത്തികളും അത് തെളിയിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് 1.5 വർഷങ്ങൾക്ക് മുൻപ് വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന JS സിദ്ധാർത്ഥൻ്റെ മരണം. SFI പ്രവർത്തകരായ കുറേ വേട്ടമൃഗങ്ങൾ അതിക്രൂരമായി റാഗ് ചെയ്തതിന് ശേഷമാണ് സിദ്ധാർത്ഥൻ മരണപ്പെടുന്നത്. അതിൻ്റെ അന്വേഷണം ഇപ്പോൾ CBI ഏറ്റെടുത്ത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ ഇവരുടെ ഒരു മാനസികാവസ്ഥയൊക്കെ നമുക്ക് വ്യക്തമാണ്. തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിൽ അവിടെ കോളേജിൻ്റെ ഭൂമി കയ്യേറി ഒരു രക്തസാക്ഷി സ്തൂപം നിർമ്മിക്കാൻ SFI പ്രവർത്തകർ തീരുമാനിക്കുന്നു. കോളേജിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിനാവശ്യമായി അവിടെ ഇറക്കിയിരുന്ന സിമൻറ്റും മറ്റുമെടുത്ത് കോളേജ് അവധിയായിരുന്ന ഒരു ദിവസം പുറത്തുനിന്ന് നിർമ്മാണ തൊഴിലാളികളെ കൊണ്ടുവന്ന് ആ സ്തൂപം നിർമ്മിക്കുന്നു. അതിനുശേഷം KSU പ്രവർത്തകരും മറ്റും പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രിൻസിപ്പൽ സ്റ്റോപ്പ് മെമ്മോ നൽകുന്നു. പക്ഷേ സ്റ്റോപ്പ് മെമ്മോ നൽകുക മാത്രമല്ല, ഈ സ്തൂപം അനുവാദമില്ലാതെ ഭൂമി കയ്യേറി നിർമ്മിച്ച ഈ സ്തൂപം പണിഞ്ഞ 4 SFI പ്രവർത്തകരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇവർ കോളേജിൽ നിന്ന് പുറത്ത് പോകാൻ തയ്യാറായില്ല. അവർ കോളേജിൽ തന്നെ തുടർന്നു. കാരണം SFIക്കാരെ ചോദ്യം ചെയ്യാൻ കഴിയില്ലല്ലോ. അവരെ സംരക്ഷിക്കാനായി നേതാക്കന്മാരൊക്കെ ഉള്ളപ്പോൾ പ്രിൻസിപ്പലിനും പേടിയായിരിക്കും. അതുകൊണ്ട് അദ്ദേഹം ചോദ്യം ചെയ്യാൻ മുതിർന്നില്ല. പക്ഷേ അതിനുശേഷവും ഇവർ എല്ലാ വിലക്കുകളെയും ലംഘിച്ചുകൊണ്ട് ഈ നിർമ്മാണം പൂർത്തിയാക്കി അത് അനാവരണം ചെയ്യാനോ അല്ലെങ്കിൽ അത് സമർപ്പണം ചെയ്യാനോ പാടില്ല എന്ന് ഹൈക്കോടതി ഒരു ഉത്തരവിട്ടു. ഹൈക്കോടതിയെ സമീപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ ഈ ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോൾ തന്നെ ഇന്നലെ അത് സമർപ്പണം ചെയ്തു എന്നുള്ളതാണ്. കാരണം ഇവർക്ക് ആരെയും പേടിയില്ല, ഒരു മനുഷ്യരെയും പേടിയില്ല. SFIയുടെ ഒരു രീതിയൊക്കെ നമുക്കറിയാം. ആരോടും സഹപാഠികളോടായാലും ഗുരുനാഥന്മാരോടായാലും സഹപ്രവർത്തകരോടായാലും നേതാക്കന്മാരോടായാൽ പോലും അവർക്ക് മാന്യമായി പെരുമാറാൻ അറിയില്ല. കാരണം അവരെ ഒരു മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ തന്നെ അത്തരം ഒരു ചിന്താഗതിയുള്ള വിദ്യാർത്ഥികൾ മാത്രമേ ഈ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ചേരുകയുള്ളൂ. വേറെ മറ്റ് നിരവധി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുണ്ട്. പക്ഷേ അതിലൊക്കെ പ്രവർത്തിക്കുന്ന കുട്ടികൾക്ക് കുറച്ചെന്നല്ല, ഇവരെക്കാളുമൊക്കെ 10 മടങ്ങ് മാന്യതയും മര്യാദയും ഒക്കെയുള്ള കുട്ടികളാണ്. അവരൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തികളൊന്നും ചെയ്യില്ല. സമരത്തിൻ്റെ ഭാഗമായി ചെറിയ എന്തെങ്കിലുമൊക്കെ അക്രമങ്ങളൊക്കെ വളരെ അപൂർവമായി നടത്തുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ SFIയുടെ സമരം എന്ന് പറഞ്ഞാൽ അക്രമം എന്നുള്ളതാണ് അവരുടെ ഒരു രീതി. SFIയുടെ പ്രവർത്തനം, ഒരു സമരം അല്ലെങ്കിൽ പ്രതിഷേധം എവിടെ നടക്കുന്നോ അവിടെ ഒരു യുദ്ധഭൂമിയാണ്, അതുപോലെയാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണൊരു വസ്തുത. പക്ഷേ ഇത്തരം നിരവധി സംഭവങ്ങൾ ഉയർന്നു വരുമ്പോഴും എന്തൊക്കെ ചെയ്താലും അവരെ സംരക്ഷിക്കാനായി ഇവിടെ ഒരു സർക്കാരുണ്ട്, അല്ലെങ്കിൽ ഒരു പാർട്ടിയുണ്ട്. ഇപ്പോൾ ഭരണം കൂടി അവരുടെ പാർട്ടിയുടെ കയ്യിലിരിക്കുമ്പോൾ തങ്ങൾ എന്തു ചെയ്താലും തങ്ങളെ സംരക്ഷിക്കാനായി ഒരു വിഭാഗം, നമ്മുടെ നേതാക്കന്മാർ വരും എന്നുള്ള ഒരു ധാരണ അവർക്കുണ്ട്. സാഹികെട്ടിട്ടാണ് ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് SFIയുടെ യൂണിറ്റ് കഴിഞ്ഞ ആഴ്ച പിരിച്ചുവിട്ടത്. അവിടെ ഇപ്പോൾ ഒരു അഡ്ഹോക് കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ അറിയുന്നുണ്ട്. ഇവിടെ പല വിദ്യാർത്ഥി നേതാക്കളും, ഇപ്പോഴത്തെ പല മുതിർന്ന നേതാക്കളും ഉയർന്നു വന്നത് SFI എന്നുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ്. SFI മൂത്ത് DYFI ആകും, DYFI മൂത്ത് CPM ആകും. അപ്പോൾ ഈ CPM നേതാക്കളുടെ ഒരു രീതിയൊക്കെ, ഇപ്പോൾ DYFI അഖിലേന്ത്യാ നേതാവായ നമ്മുടെ AR റഹീമിൻ്റെ ഒക്കെ രീതിയൊക്കെ നമുക്കറിയാമല്ലോ. എല്ലാവരെയും ഇപ്പോഴാണ് അദ്ദേഹം വളരെ ശാന്തനായിട്ടൊക്കെ സംസാരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ആ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ദൈവമേ, ഇത്രയും മാന്യനായ, ഇത്രയും സാധുവായ ഒരു മനുഷ്യനുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലാണ് ഇപ്പോൾ AR റഹീമിൻ്റെയൊക്കെ സംസാരവും പെരുമാറ്റവും ഒക്കെ. അപ്പോൾ അങ്ങനെ സംശയം തോന്നുന്നവർക്ക് നമ്മൾ കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങൾ, 2-3 വർഷങ്ങൾക്ക് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ അധ്യാപികയായിരുന്ന വിജയലക്ഷ്മി എന്നൊരു പ്രൊഫസർ വിജയലക്ഷ്മിയെ മണിക്കൂറുകളോളം ഈ AR റഹീമിൻ്റെ നേതൃത്വത്തിലാണ് SFI വിദ്യാർത്ഥികൾ തടഞ്ഞു വെച്ച് അതിക്രൂരമായി ഉപദ്രവിച്ചത്. അവരെ അസഭ്യം പറഞ്ഞു, സേഫ്റ്റി പിൻ കൊണ്ട് അവരെ കുത്തി, അവരെ പ്രാഥമിക കർമ്മങ്ങൾ പോലും പോകാൻ അനുവദിച്ചിട്ടില്ല, അവരുടെ മുടി പിടിച്ചു വലിച്ചു. അങ്ങനെ നിരവധി ക്രൂരതകളാണ് ഒരു അധ്യാപികയോട് ഇവരൊക്കെ കാണിച്ചത്. അപ്പോൾ എന്തും ചെയ്യാമെന്നുള്ളൊരു ധാരണയാണ് ഇവർക്ക്. ഇവരുടെ നേതാക്കന്മാരെ തന്നെ നമുക്കെടുക്കാം. SFIയുടെ നേതാക്കളെ എടുത്ത് നോക്കൂ. PM ആർഷോ. ഈ ആർഷോ 2 കൊലപാതക ശ്രമം ഉൾപ്പെടെ 42ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയായിരുന്നു. പിന്നെയുള്ളത് ഹസൻ മുബാറക്ക്. പിന്നെ ഉള്ളത് നിതിൻ പുല്ലനാണ് കഴിഞ്ഞ വർഷം പൊതുനിരത്തിലിട്ട് ചാലക്കുടി പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് അടിച്ചു തകർത്തത്. അപ്പോൾ ഈ നിതിൻ പുല്ലൻ അടിച്ചു തകർത്തിട്ട് പോലും അന്നത്തെ അവിടുത്തെ DCP ആയിരുന്ന അജിത ബീഗം, അവർ ആർജവമുള്ള ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് അവനെ കാപ്പ ചുമത്തി നാട് കടത്തി. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ, ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവൻ ചാലക്കുടിയിൽ
മത്സരിച്ചു, ജയിച്ചു എന്നുള്ളതാണ്. അവിടെയാണ് അവൻ രക്തസാക്ഷികളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതും അത് പിന്നെ വലിയ വിവാദമായതുമൊക്കെ. അപ്പോൾ ഇത്തരക്കാരൊക്കെ വളർന്നു വന്നാൽ ഹൈക്കോടതിയെ പോലും വകവയ്ക്കാത്ത തരത്തിലുള്ള ഇത്തരം മനുഷ്യർ, ഇവരുടെയൊക്കെ മനസ്സിൽ അല്ലെങ്കിൽ ഒരു തലച്ചോറിൽ എന്ത് ചിന്താശേഷിയാണ് ഇവർക്കുള്ളത്? കാരണം ഒരു PDP പ്രവർത്തകരുടെ ആക്രമണത്തിലാണ് ലോ കോളേജിൽ സക്കീർ ഹുസൈൻ എന്നുള്ള ഒരു SFI കാരൻ മരിച്ചതെന്നാണ് പറയുന്നത്. അയാളുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു സ്തൂപം നിർമ്മിക്കുന്നത്. അവിടെ ആ സ്തൂപം നിർമ്മിച്ചതൊക്കെ അവിടെ ഇരിക്കട്ടെ, പക്ഷേ അവിടെ ഒരു ഹൈക്കോടതി, നമ്മുടെ ബഹുമാനപ്പെട്ട ഒരു ഹൈക്കോടതിയുടെ ഉത്തരവ് പോലും അനുസരിക്കാൻ ഇവർ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ തങ്ങളെ സംരക്ഷിക്കാൻ ഇതൊക്കെ ഒരു ടെസ്റ്റ് ഡോസാണ്. എന്ത് ചെയ്താലും ഞങ്ങളോടൊപ്പം പാർട്ടി നേതാക്കളുണ്ട്, ഞങ്ങളുടെ സർക്കാരാണ് ഭരിക്കുന്നത് എന്നുള്ള ഒരു അഹന്ത അല്ലെങ്കിൽ ആ ഒരു ബോധമുള്ളത് കൊണ്ടാണ് ഇവരൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവർ പിന്നെ യുവജന പ്രസ്ഥാനത്തിലേക്കും അത് കഴിഞ്ഞ് CPM-ലേക്ക് മാതൃസംഘടനയിലേക്ക് പോയാലും ഉള്ള ഒരവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ അവരുടെ ഒരു രീതി ഇതാണെങ്കിൽ ഇവർ CPM-ലേക്ക് എത്തുമ്പോൾ ഇവരുടെ ഒരു ചിന്തയും പ്രവൃത്തിയും പ്രവർത്തനങ്ങളുമൊക്കെ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ്. എന്തായാലും കമ്മ്യൂണിസം അവസാനിക്കാൻ പോവുകയാണെന്നും കമ്മ്യൂണിസം കൊണ്ട് ലോകത്തെ ഒരു രാജ്യങ്ങളും ഗതി പിടിച്ചിട്ടില്ലെന്നും കമ്മ്യൂണിസം ആകെ രാജ്യത്ത് നിലനിൽക്കുന്ന കേരളത്തിൽ പോലും അത് അവസാനിക്കാൻ പോവുകയാണെന്നുമുള്ള ഒരു ബോധം പോലും ഈ കുട്ടികളുടെ മനസ്സില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കോടതി അലക്ഷ്യ ഹർജി വരും, കോടതി അലക്ഷ്യത്തിന് എന്തായാലും കേസെടുക്കും. അപ്പോൾ ഇവരുടെയൊക്കെ ഭാവി എന്താകുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും ഇതെല്ലാവർക്കും ഒരു പാഠമാകണം എന്ന് മാത്രമേ പറയാനുള്ളൂ.